ഇസ്ലാമിക് കോളേജുകളുടെ കൂട്ടായ്മയായ CIC-യുടെ ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അതിർശ്ശേരിയെ പരിഹസിച്ച് മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്തയെ ശുദ്ധീകരിക്കാൻ പല കമ്പനികളും ഇറങ്ങിയിരിക്കുകയാണ്. സമസ്തയിൽ ശുദ്ധീകരണം നടത്തണമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ വേറെ കമ്പനികൾ നോക്കിക്കൊള്ളൂവെന്ന് ജിഫ്രി തങ്ങൾ പറയുന്നു. നമുക്കിപ്പോൾ ശുദ്ധീകരണത്തിന് ആവശ്യമില്ല, കാരണം ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പിന്നെ തൂപ്പുകാർ, മറ്റ് ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തകർ, പണിക്കാരൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. സമസ്തയുടെ ഓഫീസ് ശുദ്ധീകരിക്കാൻ അവിടെ പണിക്കാരുണ്ട്. അങ്ങനെ അതിൻ്റെ മറ്റുള്ള ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ശുദ്ധീകരിക്കാൻ, കക്കൂസ് ക്ലീൻ ചെയ്യാൻ ആളുകളുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തൊരു കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു കരാർ വ്യവസ്ഥയിലായി ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കണില്ല. ഇപ്പം നമ്മൾ പണിക്കാരെ വെച്ചുകൊണ്ടിട്ട് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, നേരത്തെ തന്നെ CIC-യുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹക്കീം ഫൈസി അതിർശ്ശേരിയുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ഭിന്നതകൾ നിലനിന്നിരുന്നു. ആ ഭിന്നതകൾ അതേപടി തുടരുന്നുവെന്ന് തന്നെയല്ലേ ജിഫ്രി തങ്ങളുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്? തീർച്ചയായും ലിബീഷ്, അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ ഹക്കീം ഫൈസി ആദർശ്ശേരി സമസ്തയ്ക്ക് പൊതുവെ അനഭിമതനാണ്. അങ്ങനെ സമസ്തയ്ക്ക് അനഭിമതനാകാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, സമസ്ത പൊതുവെ പരമ്പരാഗതമായ രീതിയിലുള്ള വിദ്യാഭ്യാസ രീതിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് CIC, ഈ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനും ഹക്കീം ഫൈസി ആദർശ്ശേരി ജനറൽ സെക്രട്ടറിയുമായി രൂപീകരിച്ച CIC കോളേജ് ഓഫ് ഇസ്ലാമിക് കോർഡിനേഷൻസ്, ഇസ്ലാമിക് കോളേജുകളുടെ കൂട്ടായ്മ, അവരുടെ കീഴിൽ നടത്തുന്ന കോഴ്സുകൾ വഫിയ കോഴ്സുകളാണ്. അതിൽ പെൺകുട്ടികൾക്ക് ഉൾപ്പെടെ ഈ മതവിദ്യാഭ്യാസം മാത്രമല്ല ഭൗതിക വിദ്യാഭ്യാസവും കൂടി സമന്വയിപ്പിച്ച് നൽകുന്നു എന്നുള്ളതാണ്. അതായത് കുട്ടികൾക്ക് രണ്ടും ഒരുമിച്ച് പഠിക്കാനുള്ളൊരു സാഹചര്യം ഒരു ക്യാമ്പസിൽ തന്നെ ഒരുക്കി നൽകുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഒരുപാട് പുരോഗമനപരമായ ആശയങ്ങളുണ്ട്. അത് സമസ്തയെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാനാവുന്നതല്ല. ഈ പുരോഗമനപരമായ ആശയങ്ങൾ അംഗീകരിക്കാനാവുന്നതല്ല എന്നുള്ളതാണ് സമസ്തയിലെ ഒരു വിഭാഗം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ CIC പൊതുവെ സമസ്തയ്ക്ക് അനഭിമതമാകുന്ന അതിന് സിലബസുമായി ബന്ധപ്പെട്ടാണ്. ആ സിലബസ് സൃഷ്ടിച്ചെടുത്ത ഒരാൾ എന്ന രീതിയിലാണ് ഈ ഹക്കീം ഫൈസി ആദർശ്ശേരി സമസ്തയ്ക്ക് അനഭിമതനാകുന്നതും CIC-യുടെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹത്തെ മാറ്റണമെന്ന് സമസ്ത പിന്നീട് അതിൻ്റെ ചെയർമാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ആവശ്യപ്പെടുന്നതും ഈ സമസ്ത ലീഗ് തർക്കം രൂക്ഷമായ വേളയിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും ലീഗ് സമസ്ത തർക്കം പരിഹരിക്കപ്പെട്ട ഒരു വേളയിൽ വീണ്ടും സാദിഖ് അലി തങ്ങൾ താല്പര്യപ്പെട്ട് ഈ CIC-യുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഹക്കീം ഫൈസി ആദർശ്ശേരിയെ കൊണ്ടുവന്നു. സമസ്ത ലീഗ് തർക്കം തീർന്നു. പകരം സമസ്തയിലെ ആഭ്യന്തര തർക്കം രൂക്ഷമായപ്പോഴും CIC വിഷയത്തിലുള്ള സമസ്തയുടെ എതിർപ്പ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ഈ സമസ്ത ആഭ്യന്തര തർക്കം രൂക്ഷമായത് സാഹചര്യത്തിൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ സമസ്തയ്ക്കകത്ത് ശുദ്ധീകരണം ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ സമസ്തയിലുണ്ടായിരുന്ന ഹക്കീം ഫൈസി ആദർശ്ശേരി, സമസ്തയിൽ നിന്നും അദ്ദേഹം പിന്നീട് പുറത്താക്കപ്പെട്ടിരുന്നു, ഈ ഹക്കീം ഫൈസി ആദർശ്ശേരി രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല തനിക്ക് മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോകണമെന്നൊരു ആഗ്രഹം അദ്ദേഹം മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇന്നലെ മൈസൂരുവിൽ നടന്ന SKSSF-ന്റെ സമ്മേളനത്തിൽ വെച്ച്, കർണാടകയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൃത്യമായ മറുപടി നൽകിയത്. അങ്ങനെ ഒരു ശുദ്ധീകരണത്തിന്റെ ആവശ്യം സമസ്തയിലില്ല. അത് മഹാന്മാരായിട്ടുള്ള ആളുകളാണ് ഈ ഒരു സമസ്തയെ സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ ശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ഏതെങ്കിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കരാറെടുക്കുന്ന ഏതെങ്കിലും കമ്പനികൾ ഉണ്ടെങ്കിൽ ആ കമ്പനികൾ മറ്റുള്ള കമ്പനികളുമായി എഗ്രിമെന്റ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾക്ക് എഗ്രിമെന്റ് നൽകൂ എന്ന് പറഞ്ഞ് സമസ്തയെ സമീപിക്കേണ്ടതില്ല. അതുകൊണ്ട് അവർക്ക് കരാറിനായി മറ്റ് കമ്പനികളെ സമീപിക്കാമെന്നാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞത്. അതിനർത്ഥം CIC വിഷയത്തിൽ ഇനി ഹക്കീം ഫൈസി ആദർശ്ശേരിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചയ്ക്ക് സമസ്ത തയ്യാറല്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് സമസ്തയുടെ അധ്യക്ഷനായിട്ടുള്ള സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മാത്രമല്ല ഹക്കീം ഫൈസി ആദർശ്ശേരിക്ക് മാതൃസംഘടനയിലേക്കുള്ള ഒരു മടക്കം അത് ഇനി എന്തായാലും സാധ്യമല്ല, അതിനൊരു സാധ്യതയില്ല. അദ്ദേഹത്തിന് മുൻപിൽ പൂർണ്ണമായും വാതിലടക്കുന്ന ഒരു സമീപനമാണ് സമസ്ത അധ്യക്ഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് മറ്റ് കമ്പനികൾ തേടാമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് പൊതുവെ സമസ്തയിലെ ഈ പരമ്പരാഗതവാദികളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകളൊക്കെ ഉന്നയിക്കുന്ന ഒരു വിഷയം, ലീഗ് വിരുദ്ധർ മാത്രമല്ല ലീഗ് അനുകൂലികളെ പരമ്പരാഗതവാദികൾ പോലും ഈ ഹക്കീം ഫൈസി ആദർശേരി ക്കെതിരെ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ജമാഅത്തിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നു, മുജാഹിദ് ആശയങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. പൊതുവെ ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ സമസ്ത വിമർശിക്കുന്നത് പുത്തനാശയക്കാർ എന്ന് പറഞ്ഞ് വിമർശിക്കുന്നത് വഹാബിസത്തെയാണ്, അത് മുജാഹിദ് പ്രസ്ഥാനങ്ങളാണ്. മറ്റൊന്ന് മൗദൂദിസമാണ്, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണ്. അത്തരം ആശയങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ഈ പുരോഗമനം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ഭൗതിക വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ അവരെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ അടക്കം ഉള്ള നടപടി ഹക്കീം ഫൈസി ആദർശേരി സ്വീകരിക്കുമ്പോൾ അത് ഈ മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ കൂട്ടങ്ങളുടെ ആശയമാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹത്തിന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം, അല്ലെങ്കിൽ സുന്നി ആശയമുള്ള മറ്റ് ഇടങ്ങളിലേക്ക് പോകാം എന്നൊരു സൂചന കൂടിയാണ് നൽകുന്നത്. AP സുന്നിയിലേക്കോ മറ്റോ പോകാം എന്നുള്ളൊരു സൂചന കൂടിയാണ് ഈ ഹക്കീം ഫൈസിക്കെതിരെ ജിഫ്രി തങ്ങൾ നൽകുന്നത്. അതാണ് കൃത്യമായ രീതിയിൽ പരിഹാസ രൂപേണയുള്ള മറുപടിയിൽ സമസ്തയിൽ ശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ല, ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ശുദ്ധീകരണത്തിന്റെ എഗ്രിമെന്റ് ഞങ്ങൾക്ക് നൽകൂ എന്ന് പറഞ്ഞു വരുന്ന കമ്പനികൾ അവർ മറ്റു കമ്പനികൾ തേടിക്കോളൂ എന്ന് പറഞ്ഞതിന്റെ ഒരു പൊരുൾ അതാണ് ലിബീഷ്. സമസ്തയിലെ സമകാലിക സംഭവങ്ങളുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KM.